ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടറ്റോ വെഡ്ജസ് ആണ്. അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ മറ്റൊരു വെർഷൻ. പൊട്ടറ്റോ വെഡ്ജസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലല്ലോ. കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കഫേലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കഫേയിലൊക്കെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. നമുക്ക് വെഡ്ജസ് ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടി തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ തൊലി കളയാതെയാണ് 3 ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ടെടുത്ത് കട്ട് ചെയ്യാം. ആദ്യം നടുവൊന്ന് മുറിച്ചിട്ട് നമുക്ക് ഇത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒത്തിരി നൈസാക്കിയല്ല, ചെറിയൊരു കട്ടിയോട് കൂടി തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടണം. ഈ ഒരു ഷേപ്പും ആയിരിക്കും വെഡ്ജസിന് വരുന്നത്. നമുക്കിനി ബാക്കിയുള്ള പീസസും കൂടെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ കിഴങ്ങിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, അത് തിളച്ച് മറിയണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. തീ കൂട്ടി ഇടരുത്, തീ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. നമുക്കിതൊരു 4-5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയായിരിക്കും. നമുക്കിനി അതൊന്ന് തിളയ്ക്കുന്നതോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് എടുത്ത് വേറൊരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ എടുത്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഉടയാൻ മാത്രം നമ്മൾ വേവിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ള് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാണ്. ഒരു ടിഷ്യൂ എടുത്ത് ഇതിൻ്റെ വെള്ളം പതുക്കെ ഒന്ന്, ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാം. ഇപ്പം വെള്ളമൊക്കെ ഫുള്ളായിട്ടൊന്ന് ഒപ്പിക്കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് ശരിയാക്കണം. ആ ഒരു സമയം വരെ നമുക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്ന കിഴങ്ങിലേക്ക് അത് നോക്കി ഇടണം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടുന്നതിനേക്കാൾ നല്ലത് ചതച്ച് ഇടുന്നതായിരിക്കും കേട്ടോ. വെഡ്ജസിനകത്ത് എപ്പോഴും ചതച്ച് ഇടാനായിട്ട് നോക്കുക, പൊടി ഇടരുത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരി പെരി പൗഡറും കൂടി ഇടുന്നുണ്ട്. പെരി പെരി പൗഡർ ഇപ്പോൾ നമുക്ക് നാട്ടിലെല്ലായിടത്തും കിട്ടുന്നൊരു സാധനമാണ്. 1 ടീസ്പൂൺ പെരി പെരി പൗഡർ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പം അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, വെള്ളം നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വെള്ളം ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടരുത്, കട്ട കെട്ടാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടേണ്ടത്.
ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഉടയാതെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഒരു ബാറ്ററൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പം അതെല്ലാം നല്ലപോലെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെഡ്ജസ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെഡ്ജസ് അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് എടുക്കുക. അത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്ന് ഈ ഗ്യാപ്പ് ഇട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പകുതി ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. തീ ഒരിക്കലും കൂട്ടിയിടരുത്. ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കോട്ടിംഗ് ഒക്കെ അതുപോലെ തന്നെ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിട്ടു പോയിട്ടില്ല. അത്യാവശ്യം അതിലേക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ള ഫ്രൈ എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഫേയിലൊക്കെ പോയി കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ നോക്കേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കൊള്ളാം കേട്ടോ. അതിൻ്റെ ആ കോട്ടിങ് അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് മയോണൈസിലാദ്യം നോക്കി നോക്കാം. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. അത്യാവശ്യം എരിവുമുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ അതുപോലെ പെരി പെരിയുടെ ഒക്കെ എരിവും അത്യാവശ്യമുണ്ട്. ഈ സോസ് കുരുമുളകിൻ്റെ ഉണ്ട് കേട്ടോ. കുരുമുളക് നമ്മൾ ഇട്ടാൽ കുരുമുളക് ഇടയ്ക്ക് ആ ഒരു ടേസ്റ്റ് കടിക്കാം. ചതച്ചിട്ടുകൊണ്ട് അതൊന്ന് കടിക്കാൻ കിട്ടുമെന്ന് ഇടയ്ക്ക്. സോസിൽ നോക്കിയാൽ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഈ സോസ് വന്നിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളിച്ചു. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കഫേയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പം അതിൽ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻസ് എടുക്കുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.